അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 2 ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിലുള്ള തെളിഞ്ഞ വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിന്റെ മട്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. കുറുകിയ മട്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. തെളിഞ്ഞ വെള്ളം മുഴുവനും മാറ്റിയിട്ട് വേണം ചെയ്യാൻ. പക്ഷേ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് പുളിച്ച കഞ്ഞിവെള്ളം ഒന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാൻ. അരി വടിച്ചിട്ട് കുറച്ച് സമയം ഈ കഞ്ഞിവെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തെളിഞ്ഞ വെള്ളം വരും. അത് മാറ്റിയിട്ട് അതിന്റെ കട്ടിയുള്ള വെള്ളം ഉണ്ടല്ലോ, ആ മട്ടി, അതാണ് എടുത്തിട്ടുള്ളത്. 2 ലിറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് ഈ കഞ്ഞിവെള്ളം മുഴുവനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വേണം ഈ കഞ്ഞിവെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല, ബീട്രൂട്ടാണ് ചേർക്കുന്നത്. അതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നല്ല കളർ ഉണ്ടാവും. ഒരു ബീട്രൂട്ടാണ് കഴുകി വൃത്തിയാക്കിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇട്ടപ്പോൾ തന്നെ കളർ വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിൽ നല്ല കളർ ഉണ്ടാവും. ഇപ്പോൾ കഞ്ഞിവെള്ളം നല്ലതുപോലെ തിളച്ച് ആ ബീട്രൂട്ടിന്റെ കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി വാങ്ങുക, എന്നാൽ മാത്രമേ നല്ല കളർ ഇട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല കളർ വരുന്ന സമയത്ത് ഈ ബീട്രൂട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ എടുത്തു മാറ്റിയ ബീട്രൂട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. സാലഡായിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് നമുക്ക് ഈ കഞ്ഞിവെള്ളം കിട്ടുന്നത്. അപ്പോൾ ഇത് കുറുകി കഴിയുമ്പോൾ നല്ലൊരു കളറാവും. ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് ചേർത്തു എന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ടിന് ആ ടേസ്റ്റോ ചൊവയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് കുറുകി വരുന്ന താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, സിമ്പിളാണ്. ഇതുപോലെ പതഞ്ഞ് വരുന്നതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ പതഞ്ഞ് കട്ടിയായിട്ട് വരും, അതൊക്കെ എടുത്തങ്ങ് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. അതുവരെയും കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലതുപോലെ തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയം ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നോർമൽ മധുരമാണ്. കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് പഞ്ചസാര വരെ ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും ഇത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓർഗാനിക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു 1/4 കപ്പ് വെള്ളത്തിൽ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഒരുപാട് വെള്ളം ആയി പോകരുത് ശർക്കര പാനിയിൽ. ഇത് കുറച്ച് സമയം എടുക്കും കഞ്ഞിവെള്ളം നമുക്കൊന്ന് കുറുകി കിട്ടാൻ. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല, കഞ്ഞിവെള്ളം ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി. പഞ്ചസാര എല്ലാം അരിഞ്ഞു വരുന്ന സമയത്ത് കണ്ടില്ലേ കുറച്ചും കൂടെ ഒന്ന് ലൂസായി. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോകരുത്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു മീഡിയം സൈസ് നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് വേണം പിഴിഞ്ഞൊഴിക്കാൻ. വീണ്ടും ഇളക്കി കൊടുക്കാം. നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരുപാടങ്ങ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കരുത്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയൊന്നും ഇടാതെ പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ്. ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഏലക്ക തല്ലി ഇട്ട് കൊടുത്താലും മതി. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള്, വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ടീസ്പൂൺ പംകിൻ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറുതെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കശുവണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. വെള്ളമൊന്നും ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പം ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരണം. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാതെ ഇത് ഇളക്കി കൊടുക്കുകയാണ്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്തോറും കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ലാസ്റ്റിൽ ഇത് റെഡിയായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവറും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം ഒന്ന് തെളിഞ്ഞ് പാനിൽ നിന്ന് വിട്ട് വരണം. അപ്പോൾ സൈഡിൽ അത് ആ നെയ്യൊക്കെ തെളിഞ്ഞ് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമ്മളിതുപോലെ മറിച്ചിടുന്ന സമയത്ത് ഇതാ ഇതുപോലെ പത പോലെ കാണാൻ പറ്റും. പതഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇതാണ് പാകം. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് പരുവത്തിന് കിട്ടില്ല, കല്ല് പോലെ ആയിപ്പോകും. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും വീട്ടിലുള്ള ഒരു പാത്രം എടുത്താലും മതി. നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് നട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചത് മെല്ലെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണിന്റെ ബാക്കിൽ നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഇതിനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ അതൊന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നല്ല ചൂടാണ്, ഇതിന്റെ ചൂട് ഫുള്ളായിട്ട് അങ്ങ് മാറണം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റും ഉണ്ട്. കഞ്ഞിവെള്ളം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഹൽവ റെഡിയാക്കി നോക്കുക. ഇത് കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഈ ഹൽവ റെഡിയാക്കിയതെന്ന് പറയേയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഈ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഹൽവ റെഡിയാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്